കാപ്പ കേസിൽ റിമാൻഡിലായ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന് വീണ്ടും തിരിച്ചടി. കാപ്പ ചുമത്തിയതിന് സർക്കാർ അംഗീകാരം നൽകിയതോടെ പിന്നാലെ സുഗതനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. സുഗതന്റെ രാജി ആവശ്യപ്പെട്ട LDF-ഉം സമരം ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കാപ്പ കേസിൽ ഇളവിനായി ഉപദേശക സമിതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് BJP ഭരണസമിതി. കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാകാനുള്ള സാധ്യത നിലനിൽക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതനെ പൂട്ടാനൊരുങ്ങുകയാണ് പോലീസും. കാപ്പ ചുമത്തിയ പോലീസ് നടപടിക്ക് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അനുമതി നൽകി. ഇതിന് പിന്നാലെ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ സുഗതനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലുള്ള സുഗതൻ CPIM പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയാണ്. സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് LDF. മേയർ VV രാജേഷിന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച LDF കൗൺസിലർമാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. BJP കൗൺസിലർമാരും LDF കൗൺസിലർമാരും നേർക്കുനേർ. സംഘർഷത്തിനിടെ 2 LDF കൗൺസിലർമാർക്ക് പരിക്കേറ്റു. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഇങ്ങനെ വന്ന് ഇടിച്ചു നിരത്തുന്നത് മേയറാണ് ആദ്യത്തെ ഇടിയിടിക്കുന്നത്. എന്റെ പുറത്താണ് മേയർ ആദ്യത്തെ ഇടിയിടിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ ദൃശ്യമാധ്യമങ്ങൾ നിൽക്കുമ്പോഴാണ് ഇടിച്ചു കയറിക്കൊണ്ട് പോകുന്നതും മറ്റുള്ളവരെ അക്രമ പ്രവർത്തനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതേസമയം സുഗതനെതിരെ ചുമത്തിയ കാപ്പയിൽ ഇളവ് തേടി ഉപദേശക സമിതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് BJP ഭരണസമിതി. കാപ്പ ചുമത്തപ്പെടേണ്ട കുറ്റകൃത്യങ്ങൾ സുഗതൻ ചെയ്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം. കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാകാതിരിക്കാൻ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഭരണസമിതി ഉപദേശക സമിതിയെ അറിയിക്കും. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും. റിട്ടയർഡ് ജസ്റ്റിസ് P. ഉബൈദ് അധ്യക്ഷനായ 3-അംഗ കാപ്പ ഉപദേശക സമിതിയാണ് ഭരണസമിതിയുടെ ആവശ്യം പരിഗണിക്കുക. ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ തുടർന്ന് 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അസാധുവാക്കിയിരുന്നു. റിമാൻഡിലായതിനെ തുടർന്ന് സുഗതന് ഇന്നലെ നടന്ന സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനായിട്ടില്ല. ഇതോടെ 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന കടമ്പയും സുഗതന്റെ മുമ്പിലുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.